ഹലോ എവ്രി വൺ, വെൽക്കം ടു നോബിറ്റ്. ഇന്ന് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ മക്രോണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് എരിയില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയാണിത്. അത് ചേർക്കുന്നുണ്ട്. ദെൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. ദെൻ നമുക്കിതിന് ആവശ്യമുള്ളത് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ചപ്പും വേപ്പിൻ്റെ ഇല. ദെൻ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അതുപോലെ ഓയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ വയ്ക്കുന്നത്. ദെൻ എൻ്റെ കയ്യിൽ പീ പാസ്തയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്. മക്രോണി നമ്മൾ ചേർത്തിട്ടുണ്ട്. ദെൻ നന്നായി മിക്സ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കോരി മാറ്റി വെക്കണം. ദെൻ നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ആവണം കേട്ടോ. ദെൻ അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റുക. നന്നായി വഴണ്ടി വരുമ്പോൾ അതിലോട്ട് എന്ത് ചെയ്യാം, തക്കാളി ചേർക്കുന്നുണ്ട്. അതും നന്നായി മിക്സ് ആവണം. അതുമായിട്ട് ഇങ്ങനെ ഒരു അലിഞ്ഞ് വരണം. ദെൻ അതിലോട്ട് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതും നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ദെൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ മക്രോണിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കൂടാതെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർക്കുക. നന്നായി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വേപ്പിൻ്റെലയും കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.